വീക്കെൻഡ്സ് നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ റിലാക്സായി ഇരിക്കാൻ പറ്റുന്ന ദിവസമാണ്. മെൻ്റലി റിലാക്സ് ആവാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിലും കിച്ചൺ ക്ലീനിങ്ങും റീസ്റ്റോക്കിങ്ങും ഒക്കെ ആയിട്ട് ഫിസിക്കലി നമുക്ക് കുറച്ചധികം പണികളുള്ള ദിവസം കൂടിയാണ് വീക്കെൻഡ്സ്. പക്ഷെ സൺഡേസിൽ നമ്മൾ ചെയ്യുന്ന ഇത്തരം വർക്ക്സാണ് നമ്മുടെ നെക്സ്റ്റ് വീക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കണേ. ഓരോ വീക്കും കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടൈമും എനർജിയും ക്യാഷും ഒക്കെ ലാഭിക്കാൻ പറ്റും. ഞാനും ഈയിടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ കൊണ്ടുവരുന്നത്. 30 വയസ്സായി എന്നുണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് അധികം ആയില്ലല്ലോ. ആദ്യമൊക്കെ ഓരോ വീക്കും ലൈഫ് തന്നെ ഒരു പ്ലാനും ഇല്ലാതാണ് പോയിക്കൊണ്ടിരുന്നത്. ലൈഫിലോട്ടൊന്നും പോയി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, വീക്ക് പ്ലാനിങ്ങിൻ്റെ കാര്യം തന്നെ പറയാം. ആദ്യമൊക്കെ ഇതേപോലെ എല്ലാ വീക്കെൻഡ്സിലും ഗ്രോസറി വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ പോവുമായിരുന്നു. അന്നേരം കൃത്യമായിട്ട് എന്തൊക്കെ വേണമെന്ന് വലിയ പ്ലാനൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ എന്തൊക്കെ ഐറ്റംസാണ് കഴിഞ്ഞതെന്നൊക്കെ നോക്കി പോവും. പിന്നെ അവിടെ എത്തിയിട്ട് കുറേ വെജിറ്റബിൾസും കാര്യങ്ങളും അവിടെ നമുക്ക് ഏകദേശം അടുത്ത വീക്കിലേക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെയാണെങ്കിലും നമുക്ക് വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും. പക്ഷേ അന്നൊക്കെ ഞാൻ മെയിനായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പല സാധനങ്ങളും അധികമായിട്ട് വരും. ചിലപ്പോൾ വെജിറ്റബിൾസൊക്കെ അധികമായത് ചീഞ്ഞ് കളയേണ്ടി വരും. പിന്നെ 1 വീക്കിൻ്റെ എക്സ്പയറി ഒക്കെയുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും അത് എടുത്ത് കളയേണ്ട ആവശ്യം വരും. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ചെയ്യുന്നത് എല്ലാ സാറ്റർഡേയും നെക്സ്റ്റ് വീക്കിലോട്ട് വേണ്ടിയിട്ടുള്ളൊരു മീൽ പ്ലാൻ ഉണ്ടാക്കുകയാണ്. അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വയ്ക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊക്കെ എന്ത് വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലഞ്ച് ആണെങ്കിലും അതിന് മെയിൻ ആയിട്ടുള്ള കറി എന്താണ്, അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടിയിട്ട് ഉപ്പേരിയൊക്കെ ആയിട്ട് കഴിക്കില്ലേ, അങ്ങനെ ഉപ്പേരി എന്തുണ്ടാക്കണം, അങ്ങനെ എല്ലാം എഴുതി വയ്ക്കും. ഒപ്പം തന്നെ ആ ഒരാഴ്ചയിൽ ഓരോ ദിവസവും കുഞ്ഞുവിന് എന്ത് സ്നാക്സാണ് കൊടുത്തു വിടേണ്ടത്, അതേപോലെ ലഞ്ച് എന്താണ് കൊടുത്തു വിടേണ്ടത് എന്നൊക്കെ എഴുതി വയ്ക്കും. അങ്ങനെ എഴുതിയതിന് ശേഷം അതിനോരോന്നിനും വേണ്ട സാധനങ്ങൾ വെജിറ്റബിൾസ് ആയാലും ഇപ്പോൾ സ്നാക്സ് ആയാലും ഒക്കെ കൃത്യമായിട്ട് എത്ര എണ്ണം വേണം, എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് നോക്കിയിട്ട് ലിസ്റ്റാക്കിയിട്ട് നമ്മൾ അത് വെച്ചിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ എഴുതി വെച്ച കാര്യങ്ങൾ ഞാൻ കിച്ചണിൽ ആ ഒരു ടേബിൾ ഒട്ടിച്ച് വയ്ക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ ദിവസം എണീക്കുമ്പോഴും എന്ത് വേണമെന്ന് ആലോചിച്ച് വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. പിന്നെ ഇതിന് കൃത്യമായിട്ട് വാങ്ങിക്കൊണ്ട് ഓവറായിട്ട് കളയാൻ തരത്തിലുള്ള സാധനമൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരാറില്ല. കൃത്യം ഒരാഴ്ചയ്ക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റാറുണ്ട്. പിന്നെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന മറ്റൊരു പ്രശ്നം, വാങ്ങിക്കൊടുന്ന എല്ലാ സാധനവും കൂടെ ചിലപ്പോൾ ഒരുമിച്ച് ഷെൽഫിൽ അങ്ങോട്ട് കറോടൊക്കെ കൊണ്ടുവയ്ക്കും. അപ്പോൾ പലപ്പോഴും അടുത്ത വീക്കിൽ അതിലുള്ള പല സാധനങ്ങളും എടുത്ത് യൂസ് ചെയ്യാൻ മറന്നു പോകും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എന്ത് കൊടുന്നാലും ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ കൃത്യമായിട്ട് അത് അതിൻ്റെ സ്ഥാനത്ത് അടുക്കി വയ്ക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ അതൊക്കെ എടുത്ത് യൂസ് ചെയ്യാൻ മറന്നു പോകുന്നൊരു പ്രശ്നം വരില്ല. ഇതിലും ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴല്ലേ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയേ, നമുക്ക് തെറ്റുകളൊക്കെ തിരുത്തി പഠിച്ച് മെല്ലെ അങ്ങനെ ജീവിച്ചു പോവാം. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ പെർഫെക്റ്റ് ലൈഫ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഹാപ്പി ആയിരിക്കുക, ഹാപ്പി ലൈഫ്, ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീക്കെൻഡ് പ്ലാനിങ്ങിനെ കുറിച്ച് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാവുന്ന എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എല്ലാവർക്കും അത് യൂസ് ആവട്ടെ.